നമസ്കാരം, ഇത് IBN മലയാളം. ഡീപ് സ്റ്റേറ്റിന് വെല്ലുവിളി ഉയർത്തി കേരളത്തിൽ RSS പടയൊരുക്കം തുടങ്ങി. ലക്ഷ്യ 2025 എന്ന പേരിട്ട പരിപാടിയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ 1000-ന് മുകളിൽ സംഘപരിവാർ പ്രവർത്തകരാണ് പങ്കെടുത്തത്. ഇൻഫർമേഷൻ വാർഫെയർ ആൻഡ് ഡീപ് സ്റ്റേറ്റ് എന്ന വിഷയത്തിൽ ചർച്ചകൾക്ക് വിശ്വസംവാദ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ RSS തുടക്കമിട്ടു കഴിഞ്ഞു. ഭാരതത്തിന്റെ യഥാർത്ഥ നറേറ്റീവ് ലോകത്തോട് മുഴക്കുവാൻ നാം തയ്യാറാകണമെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ ആഹ്വാനം ചെയ്തു. G20 നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയുമേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കോവിഡ് വാക്സിൻ ലോകത്താകമാനം നമ്മൾ വിതരണം ചെയ്യുമ്പോൾ ഭാരതം മുഴക്കിയത് ആർക്കും അസുഖമുണ്ടാകാതിരിക്കട്ടെ, എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്നുള്ള ഭാരതത്തിന്റെ പ്രാർത്ഥനയാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈചാരിക ആണവ ബോംബുകൾ ഭാരതത്തിന് നേരെ ഉണ്ടായേക്കാം. ഭീകരമായ സ്ഫോടനശേഷിയുള്ള ഈ വൈചാരിക ബോംബുകളെ നേരിടാൻ നമുക്ക് കഴിയണം. ഇതിന് വ്യക്തമായ ആസൂത്രണം ഉണ്ടാവണം. ഭാരതത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ തടയുകയും എതിർക്കുകയും തകർക്കുകയും ചെയ്യണം. വൈചാരിക ആണവ ബോംബുകൾ ഭാരതത്തിന് നേരെ ഉണ്ടായേക്കാം. ഭീകരമായ സ്ഫോടനശേഷിയുള്ള ഈ വൈചാരിക ബോംബുകളെ നേരിടാൻ നമുക്ക് കഴിയണം. ഇതിന് വ്യക്തമായ ആസൂത്രണം ഉണ്ടാവണം. ഭാരതത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ തടയുകയും എതിർക്കുകയും തകർക്കുകയും ചെയ്യണം. വ്യക്തികളിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുകയും സാമൂഹിക സമരസതയിലേക്കുള്ള പോരാട്ടത്തിനായി പ്രവർത്തിക്കുകയും വേണം. ഭാവാത്മകമായ ഭാരതീയ സംസ്കൃതിയുടെ സനാതന ധർമ്മത്തിന്റെ സന്ദേശം ലോകത്തെല്ലായിടത്തും എത്തിക്കാനായി പ്രവർത്തിക്കണം. ഈ ആഖ്യാന യുദ്ധത്തിൽ അന്തിമ വിജയം നമുക്കായിരിക്കും. നമ്മുടെ ലക്ഷ്യം ധ്രുവതാരം പോലെ ഏറ്റവും വെട്ടിത്തിളങ്ങുന്നതുമാണ്. ദേശീയമായി ചിന്തിക്കുന്നവരുടെ എണ്ണം നമുക്ക് കൂട്ടാൻ കഴിയണം. ദേശീയമായി ചിന്തിക്കുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. ദുഷ്പ്രചാരണം നടത്തുന്നവരുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത് അവരുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ടല്ല, നന്മയിൽ വിശ്വസിക്കുന്നവരുടെ ശബ്ദം ഉയർന്നു കേൾക്കാത്തത് കൊണ്ടാണ്. മനസ്സിൽ നന്മയുള്ളവരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. മുഖ്യമായും 2 ഘടകങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഖണ്ഡനവും മണ്ഡനവുമാണ് വേണ്ടത്. പ്രജ്ഞയും വിവേകവും ലഭിക്കുന്നത് എതിരായ ആശയങ്ങൾ കൂടി പഠിക്കുമ്പോഴാണ്. അവരുടെ ഭാഷ പഠിക്കേണ്ടതുണ്ട്. രാഷ്ട്രവിശുദ്ധ ശക്തിയുടെ ഭാഷയ്ക്ക് ചില സമാനതകളുണ്ട്. അവർ സമൂഹത്തെ നിർവീര്യമാക്കും, അസ്ഥിരപ്പെടുത്തും. ആ അസ്ഥിരതയ്ക്ക് ആക്കം കൂട്ടുവാൻ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഭാരതീയമായുള്ള എന്തിനെക്കുറിച്ചുള്ള ചിന്തയും ശ്രദ്ധ കിട്ടാത്ത തരത്തിൽ ഡീമോറലൈസ് ചെയ്യുന്നു. ചില ആശയങ്ങളെ ആവർത്തിച്ചുള്ള പ്രചരണങ്ങളിലൂടെ സമൂഹത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾ പൊളിച്ച് കപ്പ നടണമെന്ന് പ്രചാരണം നടത്തി. ശരിയായ ആരാധനാലയത്തോട് ഒരു അവിശ്വാസം ജനിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്തത്. വിശ്വാസങ്ങളെ തകർത്ത് മനസ്സ് ശൂന്യമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ ശൂന്യതയിലാണ് ആത്മഹത്യാ പ്രവണതയുടെയും മയക്കുമരുന്നിന്റെയും നൈരാശ്യത്തിന്റെയും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്നത്തെ ലഹരി വ്യാപനത്തിനു പിന്നിൽ വിഗ്രഹ ധ്വംസന പ്രത്യാശാസ്ത്രങ്ങളുണ്ടെന്ന് പറയാവുന്നതാണ്. ഇതിനെ നോർമലൈസ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതെല്ലാം സർവ്വസാധാരണമെന്നാണ് പറയുന്നത്. ഇതിനെ കരുതിയിരിക്കണം. ഒരു യുദ്ധത്തിന്റെ നടുവിലാണ് നമ്മളെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആഖ്യാന യുദ്ധം വളരെ അപകടം പിടിച്ചതാണ്. സമൂഹത്തെ ഏതെല്ലാം വിധത്തിൽ തെറ്റായ രീതിയിൽ നയിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെയെല്ലാം നേരിടേണ്ടതുണ്ട്. കുടുംബത്തെ തന്നെ തകർക്കുന്ന പ്രത്യാശാസ്ത്രം ഉണ്ടാക്കുന്നവരാണ് ഇവർ ശ്രമിക്കുന്നതെന്നും നന്ദകുമാർ പറഞ്ഞു. മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നായി 1000-ഓളം സാമൂഹ്യ മാധ്യമ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. BJP ദേശീയ വക്താവ് ഷഹബാസ് പൂനെവാല ഇൻഫർമേഷൻ വാർഫെയർ ആൻഡ് ഡീപ് സ്റ്റേറ്റ് എന്ന വിഷയത്തിൽ സംസാരിച്ചു. ലഹരിയല്ല വേണ്ടത്, സർഗാത്മക യുവത്വം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് OM ഷാലീന മോഡറേറ്ററാകുന്ന പാനൽ ചർച്ചയിൽ മുൻ കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ, മാതൃഭൂമി മുൻ ന്യൂസ് എഡിറ്റർ KG ജ്യോതിർഘോഷ്, ഡിബേറ്റർ ശ്രീജിത്ത് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.